ഫിഷ് ഫ്രൈ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്ക് മീൻ വറുക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ആവോലി എന്നാണ് പറയുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. പോംഫ്രെറ്റ്. ഇത് അത്യാവശ്യം വലിയ മീൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/2 കിലോ. ഈ മീൻ ഞാൻ വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ഈ മീൻ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അതായത് ഇതുപോലെ സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്, എന്നാലും ഞാൻ കാണിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ബാച്ചിലേഴ്സിനോ അല്ലാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതുപോലെ ഇതിന്റെ 2 ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇങ്ങനെ. ഇനി ഈ മീനും നമുക്ക് ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കാം. നമ്മൾ ഈ മീൻ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത് മസാലകളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാം. ഞാനിതിപ്പോൾ എടുത്തു പറയണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മീൻ കറി തയ്യാറാക്കിയിരുന്ന സമയത്ത് ഏത് മീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കാമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അതാണ് ഞാനിതിപ്പോൾ ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും ഇത് തയ്യാറാക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കുമ്പോൾ ആ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ 1 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു നാരങ്ങയുടെ നീരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നാരങ്ങയുടെ നീര് നമുക്ക് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ഉപയോഗിക്കാം. നാരങ്ങ നീര് ഉപയോഗിക്കുമ്പോഴും ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഇത് മതി. ഇനി നമുക്ക് മീനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. കൈ വെച്ച് തേച്ച് പിടിപ്പിക്കാൻ തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. സ്പൂൺ വെച്ചൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും, അതായത് നമ്മളിപ്പോൾ വരഞ്ഞു കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രോപ്പറായിട്ട് അങ്ങോട്ട് കയറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം, കൈയൊക്കെ നല്ല സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. ഈ മീനിന്റെ ഉൾഭാഗത്ത് നമുക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് തിരിച്ചു വെച്ച് ഈ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ആവണം. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം മുളക് പൊടിയൊന്നും ഉപയോഗിക്കണ്ട. ഞാനിപ്പോൾ മോനൊക്കെ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. ഇനി അടുത്ത മീൻ എടുക്കാം. അതും ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഉൾഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം ഞാൻ 2 മീനും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മീനിൻ്റെ ഉള്ളിൽ ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് ഉള്ളിലൊന്നും പിടിക്കില്ല.
ഞാനിതിപ്പോ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവാണ്. പിന്നെ ഞാനിവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇത് ഞാൻ മീൻ ഫ്രൈ ചെയ്യണ സമയത്ത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് മീൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ തണുപ്പായ കാരണമാണ് ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ഞാൻ ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കണം. ഞാനിതിപ്പോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാനൊരു 5-6 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ്, പക്ഷെ തൊലി കളഞ്ഞിട്ടില്ല. ഈ മീനിന്റെ കൂടെ കിടന്ന് ഈ വെളുത്തുള്ളി നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് തൊലി പൊളിച്ചതിന് ശേഷം കഴിക്കാം. മീൻ കഴിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മീനിന്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കണ വെളുത്തുള്ളി, അതായത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ഒന്നും ആവില്ല, പക്ഷെ വെളുത്തുള്ളി കുക്കായിട്ട് വരും. ചെറുതായിട്ട് അങ്ങോട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരും. ആ വെളുത്തുള്ളി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. കറിവേപ്പിലയും പച്ചമുളകും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഈ മീൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതിന്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്ര മതി. ഇനി ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിലേക്ക് ഞാനിനി കറിവേപ്പില ഇട്ട് കൊടുക്കണം. പച്ചമുളക്, ഇതിപ്പോ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്യാറുള്ള ഒരു മെത്തേഡ് പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ ഈ മീൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. ഈ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കോരി മാറ്റാം നമുക്ക്. ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ അടുത്ത മീനും വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഫിഷ് രണ്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും